ഇന്ന് സദ്ഗുരുവാർ ദിനത്തിൽ നിങ്ങളെല്ലാവരുടെയും ഓർമ്മയെടുത്ത് ഞാൻ വദനത്തിൽ എത്തിച്ചേർന്നു. വദനത്തിൽ പോയപ്പോൾ കണ്ടത് ബാബയ്ക്ക് മുന്നിലായി വളരെയധികം സഹോദരി സഹോദരന്മാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം സ്നേഹത്തിൻ്റെ സ്വരൂപത്തിലായിരുന്നു. എല്ലാവർക്കും ബാബയുമായിട്ടുള്ള മിലനം ചെയ്യണമെന്നുള്ള ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ അവിടെ ബാബ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനൊരു സങ്കല്പം നടക്കുന്നുണ്ടായിരുന്നു, ബാബ എവിടെ പോയി? പലരും പല സ്ഥലങ്ങളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു, ബാബ എവിടെയാണ്? കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ബാബ മുന്നിലെത്തി. ബാബ പറഞ്ഞു, കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ കുട്ടികൾ ബാബയോട് ചോദിച്ചു, ബാബ എവിടെ പോയിരുന്നു? ബാബ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളിലും ബാബ കുട്ടികളെ മുന്നിൽ വയ്ക്കുന്നു. കുട്ടികളുടെ ബാക്ക് ബോണാണ് ബാബ. ബാബ എന്നും കുട്ടികൾക്ക് കൂട്ടുകാരനാണ്. കുട്ടികളുടെ പ്രത്യക്ഷതയിലൂടെ തന്നെയാണ് ബാബയുടെ പ്രത്യക്ഷത നടക്കുക. കുട്ടികളിലൂടെ തന്നെയാണ് ബാബയുടെ പ്രത്യക്ഷതയുണ്ടാകുന്നത്. അതുകൊണ്ട് ബാബ ഓരോ ചുവടിലും മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി നൽകുന്നുണ്ട്. സ്വയം ബാബ ഗുപ്തമായിട്ടിരുന്ന് ബാബ തൻ്റെ കാര്യം കുട്ടികളിലൂടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും ബാബയോട് സ്നേഹമാണ്. ബാബയ്ക്കും തിരിച്ചു കുട്ടികളോട് അതേപോലെ സ്നേഹമാണ്. കുട്ടികൾ ഓരോരുത്തരും ബാബയുടെ സ്നേഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ബാബ എല്ലാ കുട്ടികളെയും ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. ബാബ വളരെ സുന്ദരമായിട്ടുള്ളൊരു ദൃശ്യം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. എല്ലാവരും ഒരു പക്ഷികളെ പോലെ ബാബയ്ക്ക് മുന്നിൽ പറന്ന് എത്തിച്ചേർന്നു. പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബാബ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഒരു മിക്കി മൗസിൻ്റെ കളി. ചില കുട്ടികൾ ആ മിക്കി മൗസിനെ തൊടാനായിട്ട് ശ്രമിക്കുമ്പോൾ തൊടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ മറുഭാഗത്തായിട്ട് ബാബ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു ഒരു വലിയൊരു പ്രകാശത്തിൻ്റെ ഗോളം. ആ പ്രകാശത്തിൻ്റെ ഗോളത്തെയും കുട്ടികൾ തൊടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ബാബ എല്ലാ കുട്ടികളുടെയും ശിരസിൽ തൊട്ടിട്ട് പറഞ്ഞു, ഇപ്പം നിങ്ങളെല്ലാവരും ശരിക്കും സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ സ്റ്റേജിൽ നിങ്ങൾ ഒരിക്കലും തന്നെ മിക്കി മൗസിൻ്റെ കളി നടത്താനായിട്ട് പാടില്ല. കാരണം വിശ്വമാകുന്ന ഗ്ലോബിലെ വളരെയധികം മാരകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അഗ്നിയുടെ ജ്വാലയാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് ഒരിക്കലും കുട്ടികളെ ഭയപ്പെടാനായിട്ട് പാടില്ല. അതിൽ നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ സ്ട്രോങ് ആക്കി മാറ്റണം, അചഞ്ചലവും ദൃഢവുമാക്കി മാറ്റണം. അതുകൊണ്ട് ഇപ്പോൾ കളിക്കേണ്ട സമയമല്ല ഇത്. കളിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയായി മാറണം. ഭൂമി മുഴുവൻ ഒരു അഗ്നിഗോളമായിട്ട് മാറുമ്പോൾ ശീതളതയുടെ ജലമാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. ആ ശീതളതയുടെ ജലം എല്ലാവർക്കും കൊടുക്കുക. അതിനാൽ ഇപ്പോൾ ശീതളതയുടെ സ്വരൂപത്തെ ധാരണ ചെയ്യണം. ശീതളതയുടെ സ്വരൂപത്തിലൂടെ എല്ലാവർക്കും ഇങ്ങനെയുള്ള വൈബ്രേഷൻ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ലോകത്തിലെല്ലാ മനുഷ്യനും പ്രഭുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പ്രഭുവിൽ നിന്നും എന്താണോ നിങ്ങൾ എടുക്കുന്നത് അത് കൊടുക്കാനുള്ള സമയം നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. കാരണം ഇന്ന് ലോകത്തിലുള്ള മനുഷ്യരാണെങ്കിലും എല്ലാവരും ആശങ്കകളിലും ഭയത്തിലും ഇരിക്കുന്നവരാണ്. അവരുടെ ആശങ്കകളെയും ഭീതിയെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങളാണ് പുരുഷാർത്ഥം ചെയ്യേണ്ടത്. ബാബ എപ്പോഴും നിങ്ങളുടെ കൂടെ കൂട്ടുകാരനായിട്ടുണ്ട്. ബാബ സർവശക്തിവാനാണ്. നിങ്ങൾ ഓരോരുത്തരും മാസ്റ്റർ സർവശക്തിവാനായി മാറിയിട്ട് ലോകത്തിലുള്ള മനുഷ്യരെ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടാണോ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയണം. രണ്ടാമത്തെ കാര്യം ബാബ പറഞ്ഞു, കുട്ടികളുടെ മുന്നിൽ ഭയം പല പ്രകാരത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ ഒരു പ്രകാശഗോളമായി കത്തിജ്വലിക്കുന്നു. രണ്ടാമതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും തകിടമറിഞ്ഞിരിക്കുകയാണ്. മൂന്നാമതായിട്ട് കുട്ടികളുടെ മുന്നിലാണെങ്കിലും റോയൽ രൂപത്തിലാണ് മായ വരുന്നത്. ഈ മായ വരുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിലും ചിന്ത ഇതാണ്, എന്ത്, എപ്പോൾ, എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥയെ സ്ട്രോങ് ആക്കി മാറ്റുന്നതിന് വേണ്ടി മായയെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം.
മായ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. ഇത് ബാബയുടെ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെ ഒരിക്കലും ഇളകാൻ പാടില്ല. സ്ഥിതി നിങ്ങളുടെ മുകളിലും താഴെയും ആകരുത്. എന്ത് തന്നെ സംഭവിച്ചോട്ടെ, ഡ്രാമയെ സാക്ഷിയായിരുന്നു കൊണ്ട് കണ്ട് തൻ്റെ സ്ഥിതിയെ അചഞ്ചലമാക്കി മാറ്റണം. അങ്ങനെ ബാബ കുട്ടികളെ വളരെയധികം സ്നേഹിച്ച്, അപ്പോൾ ബാബ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ മിക്കി മൗസിൻ്റെ കളി കളിക്കുന്നവരാണോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, അല്ല. മിക്കി മൗസിൻ്റെ കളി വളരെ സുന്ദരമായിട്ടുള്ളൊരു കളിയാണെങ്കിലും പക്ഷേ ഇപ്പോൾ അത് കളിക്കേണ്ട സമയം അല്ല എന്ന് ബാബ പറഞ്ഞു. കുട്ടികൾക്ക് തൻ്റെ സ്ഥിതിയെ വളരെയധികം ഏഞ്ചലിക് സ്റ്റേജാക്കി മാറ്റണം. അതായത് ഭാരരഹിതമായിരിക്കണം. ഒരിക്കലും സിറ്റുവേഷനുകളിൽ നിങ്ങൾ പരിഭ്രാന്തരാകരുത്. ബാബയെ കൂടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അതിനുശേഷം ബാബയ്ക്ക് മുന്നിൽ ഭോഗ് വെച്ചു. ബാബ സ്വയം ആദ്യം കഴിച്ചില്ല, ബാബ കുട്ടികൾക്ക് കഴിപ്പിച്ചു. എന്നിട്ട് ബാബ പറഞ്ഞു, കുട്ടി വന്നതല്ലേ. ബാബ ആദ്യം കുട്ടിയെ ഭോഗ് കഴിപ്പിച്ചു. എന്നിട്ട് ബാബ ദൃഷ്ടി തന്നു. എന്നിട്ട് ബാബ പറഞ്ഞു, കുട്ടികൾ എപ്പോഴും തന്നെ ഏഞ്ചലായിട്ടിരിക്കണം, സദാ ഭാരരഹിതമായിട്ടിരിക്കണം. എല്ലാവർക്കും നിങ്ങൾ സകാശ് കൊടുക്കുന്ന ഏഞ്ചലായിട്ട് മാറണം. എല്ലാ ആത്മാക്കൾക്കും ബാബയുടെ സന്ദേശം കൊടുക്കണം. അങ്ങനെ ബാബയ്ക്ക് ഭോഗ് കൊടുത്തതിന് ശേഷം ഞാനും തിരിച്ച് മടങ്ങി വന്നു. മധുബനിൽ പാണ്ഡവ് ഭവനിൽ ഭോഗ് വെച്ചതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അടുത്തതായി ശാന്തിവനത്തിൽ ബാബയ്ക്കിന്ന് ഭോഗ് വെച്ച സന്ദേശം കേൾക്കാം. ബാബയ്ക്കരികിലേക്ക് ഭോഗുമായിട്ട് എത്തിച്ചേർന്നു. എത്തിയപ്പോൾ തന്നെ ബാബയുടെ സമീപത്ത് ഇരുന്ന് എല്ലാ സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയും സ്നേഹവും നൽകി ബാബ ഏതോ ഒരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാബ എന്താണ് കഴിക്കുന്നത് എന്ന് അറിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഞാൻ എല്ലാവരുടെയും ഓർമ്മയും സ്നേഹവുമായിട്ട് വന്നിരിക്കുകയാണ്, ഭോഗം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ പറയാൻ തുടങ്ങി, കുട്ടി എത്ര ഓർമ്മ കൊണ്ടുവന്നിട്ടുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് സദ്ഗുരുവാർ ദിനത്തിൽ എല്ലാവർക്കും ബാബയോട് വളരെയധികം സ്നേഹമാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും ഓർമ്മയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിലുള്ള മനുഷ്യർ പോലും എന്തെങ്കിലുമൊക്കെ പരിതസ്ഥിതികൾ വരുമ്പോൾ ഭഗവാനെ ഓർമ്മിക്കാറുണ്ട്. നിങ്ങൾ കുട്ടികൾ ബാബയെ തിരിച്ചറിഞ്ഞവരാണ്. അപ്പോൾ ആ തരത്തിൽ ബാബയെ ഓർമ്മിക്കുന്നവരാകണം. ബാബ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ബാബ പറഞ്ഞു. ബാബ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സമയമാണെങ്കിലും എത്ര പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ മനുഷ്യരാണെങ്കിലും പരിവർത്തനത്തിൻ്റെ ആധാരത്തിലും സമയത്തിൻ്റെ ആധാരത്തിലും ഉള്ളിൻ്റെ ഉള്ളിലെ അവരെന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഞാൻ കുട്ടികളുടെ ചാർട്ട് നോക്കുകയായിരുന്നു. ഇനി വരാനിരിക്കുന്ന സമയത്ത് കുട്ടികൾ തൻ്റെ ഉള്ളിലെ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗ്യം, ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ, ശ്രേഷ്ഠമായ സങ്കല്പങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള ബീജം ഇട്ടിട്ടുണ്ട്. എത്രത്തോളം ഫലീഭൂതമായി തീരണോ, വർദ്ധിക്കണമോ, അതാണ് ബാബ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാബ പറഞ്ഞു, ലോകത്തിലെ പരിതസ്ഥിതികൾ പലതും വരുന്നുണ്ട്. അതിനനുസരിച്ച് ലോകത്തിലുള്ള മനുഷ്യരും തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടല്ലോ. അതേപോലെ കുട്ടികളും എന്ത് പരിതസ്ഥിതികൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് തയ്യാറെടുപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ബാബ നോക്കുന്നത്. എന്നിട്ട് ബാബ പറഞ്ഞു, വിശേഷിച്ചും സമയത്തിനനുസരിച്ച് ചില സ്ഥാനങ്ങൾ, ചില സെൻറ്ററുകൾ അതിൻ്റെ എല്ലാം തയ്യാറെടുപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ബാബ കാണുകയായിരുന്നു പല സ്ഥലങ്ങൾ, പല സെൻറ്ററുകൾ. ഇപ്പോഴും ചില സെൻറ്ററുകളൊന്നും ശക്തിശാലിയല്ല, ദുർബലമാണ്. ശ്രേഷ്ഠമായിട്ടുള്ള അന്തരീക്ഷം ഇല്ലാത്തത് കാരണം സഹോദരി സഹോദരന്മാർ പോലും അവർക്ക് ആ ശക്തിയും ബലവും കിട്ടുന്നില്ല. താങ്കൾ കുട്ടികളും മുഴുവൻ വിശ്വത്തെയും പരിവർത്തനം ചെയ്യേണ്ടവരാണ്. മുഴുവൻ വിശ്വത്തെയും നന്മ ചെയ്യേണ്ടവരാണ്. താങ്കൾ കുട്ടികളുടെ ഉള്ളിലെ എത്ര ബലവും എത്ര ശക്തിയും വേണം. തൻ്റെ അവസ്ഥയെ എത്രത്തോളം ഉയർന്നതാക്കി മാറ്റേണ്ടതാണ്, ശ്രേഷ്ഠമാക്കി മാറ്റേണ്ടതാണ്. സമയത്തിനനുസരിച്ച് ബാബ വിശേഷിച്ചും അമൃതവേളയിലെ കുട്ടികളുടെ ഉള്ളിലെ സമയത്തിനനുസരിച്ച് സമയത്തെ നോക്കാനാണ് ബാബ പറയുന്നത്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ലോകം എത്ര വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി വരാനുള്ള സമയത്ത് പല പല പ്രകാരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ലോകത്തിലെ മനുഷ്യരുടെ മുന്നിലേക്കും അത് വരും, ബ്രാഹ്മണരുടെ മുന്നിലേക്കും പല സാഹചര്യങ്ങൾ വന്നു ചേരും.
അതിനാൽ താങ്കൾ കുട്ടികൾ വിശേഷിച്ചും തൻ്റെ ഉള്ളിലെ ശ്രേഷ്ഠമായ കർമ്മത്തിൻ്റെ ശേഖരണം, ശ്രേഷ്ഠമായ ഭാഗ്യത്തിൻ്റെ ശേഖരണം വളരെയധികം ഉയർന്നതാക്കി മാറ്റണം. ബാബ പറഞ്ഞു, എന്ത് തരത്തിലുള്ള പരിതസ്ഥിതികൾ വന്നാലും ആ പരിതസ്ഥിതികൾ നിങ്ങളെ വീഴ്ത്തുന്നതോ താഴ്ത്തുന്നതോ ആകാൻ പാടില്ല. ഞാൻ കണ്ടു, ബാബ മനസ്സിലാക്കി തരുന്ന സമയത്ത് പോലും ബാബയുടെ മുഖം മാറുന്നുണ്ടായിരുന്നു. അതിനുശേഷം ബാബയ്ക്ക് മുന്നിലായിട്ട് ഞാൻ ഭോഗ് വെച്ചു. വളരെ സ്നേഹത്തോടുകൂടെ ബാബയും ഭോഗ് സ്വീകരിച്ചു. അതിനുശേഷം ബാബ പറഞ്ഞു, ബാബയും തൻ്റെ കുട്ടികൾക്ക് വളരെ സ്നേഹത്തോടുകൂടെ ഭോഗ് നൽകി. അതിനുശേഷം ഞാനും തിരിച്ച് താഴേക്ക് എത്തിച്ചേർന്നു. ഓം ശാന്തി.